നമസ്കാരം. ഇന്ന് വിശുദ്ധ ബൈബിളിലെ ഒരു സംഭവകഥയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. യോനാ പ്രവാചകനുമായി ബന്ധപ്പെട്ട സംഭവമാണത്. യഹോവ വീണ്ടും യോനയോട് സംസാരിച്ചു. നിനവേലേക്ക് പോയി ആ മഹാനഗരത്തിലെ മനുഷ്യരോട് ഞാൻ തന്ന സന്ദേശം അറിയിക്കുക. അങ്ങനെ യോന യഹോവയെ അനുസരിച്ച് നിനവേലേക്ക് പോയി. 3 ദിവസം മുഴുവൻ യോന നഗരത്തിലൂടെ നടന്നു. ഒരു ദിവസം നടന്നതിനു ശേഷം യോന വിളിച്ചു പറഞ്ഞു, 40 ദിവസത്തിനുള്ളിൽ നിനവേ ഉന്മൂലനാശം ഉണ്ടാവും. നിനവേക്കാർ ദൈവത്തിൻ്റെ ദൂത് വിശ്വസിച്ചു. അവരെല്ലാവരും ഉപവസിക്കുവാൻ തീരുമാനിച്ചു. രാജാവടക്കം ആളുകൾ ഉപവസിച്ചു. പാപങ്ങളിൽ നിന്ന് മനം തിരിയുന്നതിനടയാളമായി അവരെല്ലാവരും ചാക്കുവസ്ത്രം ധരിച്ചു. രാജാവ് പോലും ചാക്കു ധരിച്ച് ചാരത്തിൽ താണിരുന്നു. രാജാവ് തൻ്റെ പ്രജകളോടൊരു സന്ദേശം പുറപ്പെടുവിച്ചു. ഇത് രാജാവിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും കൽപ്പനയാകുന്നു. എല്ലാ ജനങ്ങളും എല്ലാ കന്നുകാലികളും ആടുകളും യാതൊന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ അരുത്. എല്ലാ മനുഷ്യരും മൃഗങ്ങളും ചാക്കുവസ്ത്രം ധരിക്കണം. ജനമെല്ലാം ഹൃദയപൂർവ്വം ദൈവത്തോട് പ്രാർത്ഥിക്കണം. എല്ലാവരും ദുർമാർഗം ഉപേക്ഷിക്കണം. ഒരുപക്ഷെ ദൈവത്തിൻ്റെ കോപം ശമിച്ചേക്കാം. അങ്ങനെ നാം മരിക്കാതിരിക്കും. നിനവയിലെ ജനം ചെയ്തത് ദൈവം കണ്ടു. അവരുടെ ദുർനടപ്പ് ഉപേക്ഷിച്ചത് ദൈവം ശ്രദ്ധിച്ചു. അതുകൊണ്ട് ദൈവം അവരോട് ചെയ്യുമെന്ന് പറഞ്ഞ ശിക്ഷ നടപ്പാക്കിയില്ല. നിനവേക്കാർ അവരുടെ പാപങ്ങൾക്ക് ശിക്ഷിക്കപ്പെടാത്തതുകൊണ്ട് യോനാ പ്രവാചകന് നിരാശ തോന്നി. അവന് കോപം വന്നു. അതുകൊണ്ട് യോന പ്രാർത്ഥിച്ചു, യഹോവേ, എനിക്കറിയാമായിരുന്നു ഇവിടുന്ന് ഇങ്ങനെ ചെയ്യുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സ്പെയിനിലേക്ക് ഓടിപ്പോകാൻ ബന്ധപ്പെട്ടത്. എനിക്കറിയാം അവിടുന്ന് സ്നേഹവാനും കരുണാസമ്പന്നനുമായ ദൈവമാണെന്ന്. അവിടുന്ന് എല്ലായ്പ്പോഴും ക്ഷമിക്കുന്നവനും ദയയുള്ളവനും ജനത്തെ ശിക്ഷിക്കാത്തവനുമാകുന്നു. ഇപ്പോൾ യഹോവേ, ഞാൻ മരിച്ചുകൊള്ളാം. എനിക്കിനി ഒരു നിമിഷം പോലും ജീവിക്കേണ്ട. നിനക്ക് കോപിക്കുവാൻ എന്തവകാശം? യഹോവ യോനയോട് ചോദിച്ചു. യോന പട്ടണത്തിൻ്റെ കിഴക്കുഭാഗത്തേക്ക് പോയി അവിടെ ഇരുന്നു. അവൻ ഒരു ചെറിയ കുടിൽ കെട്ടി അതിൻ്റെ തണലിലിരുന്നു. നിനവയ്ക്ക് എന്തു സംഭവിക്കുമെന്ന് കാണാൻ അവൻ കാത്തിരിക്കുകയായിരുന്നു. അവൻ്റെ കുടിലിന് മുകളിൽ വളർന്നു നിൽക്കത്തക്ക വണ്ണം ഒരു ചെടിയെ ദൈവം നിർമ്മിച്ചു. പകൽ സമയം നല്ല തണൽ നൽകിയതുകൊണ്ട് യോനായ്ക്ക് വലിയ സന്തോഷം. എന്നാൽ അടുത്ത ദിവസം രാവിലെ ദൈവം കൽപ്പിച്ചിട്ട് ഒരു പുഴു ആ ചെടി നശിപ്പിച്ചു കളഞ്ഞു. സൂര്യോദയത്തിന് ശേഷം ഒരു കിഴക്കൻ ഉഷ്ണക്കാറ്റ് അടിച്ചു. യോന സൂര്യൻ്റെ ചൂടേറ്റ് ക്ഷീണിച്ചു. അവന് മരിച്ചാൽ മതിയെന്നായി. നീ ഈ ചെടി നിമിത്തം കോപിക്കുന്നത് ശരിയാണോ? ദൈവം യോനയോട് ചോദിച്ചു. അതെ, യോന പറഞ്ഞു, ഞാൻ കോപിക്കുന്നത് എപ്പോഴും ശരിയാണ്. എനിക്ക് മരിക്കാൻ തക്ക കോപമുണ്ട്. യഹോവ പറഞ്ഞു, ഈ ചെടി ഒരു ദിവസം കൊണ്ട് വളരുകയും പിറ്റേന്ന് നശിക്കുകയും ചെയ്തു. നീ ഇത് നടുകയോ വളർത്തുകയോ ചെയ്തതല്ല. എന്നിട്ടും നിനക്കതിനോട് സങ്കടം തോന്നുന്നു. എന്നാൽ മഹാനഗരമായ നിനവയിലെ നിഷ്കളങ്കരായ ആയിരക്കണക്കിന് കുട്ടികളോടും മൃഗങ്ങളോടും അവിടുത്തെ ജനങ്ങളോടും എനിക്ക് എത്രയധികം സങ്കടം തോന്നും. അപ്പോൾ യോനായ്ക്ക് തിരിച്ചറിവായി. ആ നിനവേക്കാരെ ദൈവം രക്ഷപ്പെടുത്തി. തങ്ങളുടെ പാപങ്ങളെ വിട്ടുതിരിയുന്ന ദുഷ്ടമനുഷ്യരുടെ ദൈവം ക്ഷമയും സ്നേഹവും കാണിക്കുന്നു എന്ന് വെളിവാക്കുന്ന ഒരു വിശുദ്ധ ബൈബിളിലെ സംഭവകഥയാണിത്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.